വെൽക്കം ടു PSC വേദ. ഇന്ന് നമുക്ക് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം. ഇതിൽ കറക്റ്റായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ഇത് മൂന്നും ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. സോ നമ്മുടെ ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 4 പേര് തന്നിട്ടുണ്ട്. പൊടവര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചീരുകണ്ഠൻ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ, പള്ളിക്കൽ അബൂബക്കർ. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 4. അതായത് പൊടവര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചീരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. അടുത്ത ക്വസ്റ്റ്യൻ അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ആദ്യത്തേത് USA 16ാമത് പ്രസിഡൻ്റായിരുന്നു എബ്രഹാം ലിങ്കൺ. അടുത്തത് 1861 ഏപ്രിലിൽ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അടുത്തത് 1865 ഏപ്രിലിൽ ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചു. അടുത്തത് അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതി പ്രകാരം അടിമത്വം അവസാനിപ്പിച്ചു. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റായിട്ടുള്ളത്. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക. 2, ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. 3, ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. 4, എന്താണ്? മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ഇതിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക. അതുപോലെ ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. അതൊക്കെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അടുത്തത് പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1, രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം. രണ്ടാമത്തേത് 1961 പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. അടുത്തത് 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 4, പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. ഇതിൽ ശരിയായതാണ് തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 1ാമത്തേതും 3ാമത്തേതും അതുപോലെ 4ാമത്തെയും ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. 1ാമത്തെ പ്രസ്താവന സിന്ധു നദി നംചംബാർബയെ കീറി മുറിച്ച് ആഴമേറിയ താഴ്വരകളിലൂടെ ഒഴുകുന്നു. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹാബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിൻ്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3, 4 എന്ത് ശരിയായ പ്രസ്താവനകൾ. അടുത്തത് ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ ബി അറ്റ്ലാന്റിക് സമുദ്രം.
ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ സമുദ്രമേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും അതുപോലെ പേരുകളുമാണ്, സമുദ്രമേഖലകളിലെ പേരുകളുമാണ് തന്നിട്ടുള്ളത്. അതിലേതാണ് കറക്റ്റായിട്ടുള്ളതെന്ന് കണ്ടെത്തണം. ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ. രണ്ടാമത്തെ അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രം ഹരിക്കെയിൻ. അടുത്തത് ചൈന കടൽ, പസഫിക് സമുദ്രം ടൈഫൂൺ. അടുത്തത് പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം ടൊർണാഡോ. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2 ആൻഡ് 3. അടുത്ത ക്വസ്റ്റ്യൻ, റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം. അത് ആൻസർ ഓപ്ഷൻ സി ആണ്, കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. ആൻസർ ഓപ്ഷൻ എ, പാമ്പാടും ചോല നാഷണൽ പാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ ബി, കുത്തനെയുള്ള ചെരിവ്. അടുത്ത ക്വസ്റ്റ്യൻ, നികുതി, പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ് നയം അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ധനനയം. അടുത്ത ക്വസ്റ്റ്യൻ, ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഒഡീഷ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56 ആണ്. അടുത്ത പ്രസ്താവന, ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്തത്, ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968-70 കാലയളവിലാണ്. അടുത്തത്, 11-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012 ആണ്. ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ആദ്യത്തെ പ്രസ്താവന നമുക്കറിയാം ശരിയാണ്, രണ്ടാമത്തെയും ശരിയാണ്. സി, ഇന്ത്യൻ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968-70 കാലയളവിലാണ്. അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, 100. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, സച്ചിദാനന്ദ സിൻഹ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 2 കോളം തന്നിട്ടുണ്ട്. എ, ബി എന്ന് പറഞ്ഞ് 2 കോളം ഉണ്ട്. അതിൽ ഓരോന്നും ഏത് രാജ്യത്താണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്നും ഉണ്ട്. നിയമനിർമ്മാണ പ്രക്രിയ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിയമനിർമ്മാണ പ്രക്രിയ വരുന്നത് ബ്രിട്ടൻ ആണ്. പിന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അത് അമേരിക്കയാണ്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം അത് കാനഡയാണ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആദ്യത്തേത്, മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അടുത്തത് 1978 44ാമത് ഭരണഘടന ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. അടുത്തത്, നിലവിൽ ഇന്ത്യൻ ഭരണഘടന 7 മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഇതിൽ നമുക്കറിയാം, ഇതിലേതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ ബി 2 മാത്രം. അടുത്ത ക്വസ്റ്റ്യനും ഒരു ചേരുംപടി ചേർക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 42ാമത് ഭേദഗതി, കുറച്ച് ഭേദഗതികളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 42ാമത് ഭേദഗതി ഏതുമായിട്ടാണ്? ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാമത് ഭേദഗതി എന്താണ്? നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73ാമത് ഭേദഗതി എന്താണ്? പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി. 52ാമത് ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കുറച്ച് ഇത് തന്നിട്ടുണ്ട്. രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം, രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമ സംഹിത, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, അയിത്താചാര നിർമ്മാർജ്ജനം. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി അയിത്താചാര നിർമ്മാർജ്ജനം. താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേത്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രസിഡൻറ്റും ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. അത് ശരിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്. അതും ശരിയാണ്. ഭരണഘടനയുടെ 91ാമത് ഭേദഗതി അനുസരിച്ച് കേന്ദ്രമന്ത്രി സഭയുടെ പരമാവധി അംഗസംഖ്യ ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 20% കൂടാൻ പാടില്ല. അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഇതിലേതാണ് കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? അത് ഓപ്ഷൻ ബി വനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്നതിനായി ഓരോ 10 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെൻറ് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അത് തെറ്റാണ്. അടുത്തത്, പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്?
ആൻസർ ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന് നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി വിദ്യാസമുന്നതി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ മുഖ്യമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഭരണഘടനയുടെ 73 ഭേദഗതി പഞ്ചായത്തുകളിലെയും 74 ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചുള്ളതാണത്. ശരിയാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിൻ്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. അതെന്താണ്? ശരിയാണ്. അടുത്തത്, കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി യോദ്ധാവ്. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ എ സിറോഫ്താൽമിയ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ് ഏത്? ആൻസർ ഓപ്ഷൻ ഡി റെഡ് റിബൺ ക്ലബ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ആദ്യത്തേത്, പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. അത് ശരിയാണ്. അടുത്തത്, മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകൾ ഉണ്ട്. അതും ശരിയാണ്. മനുഷ്യരിൽ തലയോട്ടിയിൽ മാത്രം 32 അസ്ഥികളുണ്ട്. അത് തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി വനസംരക്ഷണം. അടുത്ത ക്വസ്റ്റ്യൻ, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോനാലേഡി എന്ന മനുഷ്യ പൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഹോമോനാലേഡി എന്ന മനുഷ്യ പൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി റൈസിംഗ് സ്റ്റാർ കേവ്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി സുനിത വില്യംസ്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശത്തിൻ്റെ ആവൃത്തി F1ഉം മൈക്രോവേവിൻ്റെ ആവൃത്തി F2ഉം എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3യും ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. F3 > F1 > F2. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രൊജക്ടൈലിൻ്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്. അതിൻ്റെ പരമാവധി ഉയരം കണക്കാക്കുക. G = 10 m/s². ആൻസർ ഓപ്ഷൻ ബി 5 മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെ? ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. അതെന്താണ്? ശരിയാണ്.
ഭൗമോപരിതലത്തിൽ നിന്നും ആഴത്തിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കൂടി വരുന്നു. അത് തെറ്റാണ്. അടുത്തത് ധ്രുവ പ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. അതും ശരിയാണ്. നമ്മുടെ ആൻസർ 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ SDX-01 ആൻഡ് SDX-02. അടുത്ത ക്വസ്റ്റ്യൻ, ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. ഇപ്പോൾ 4 മൂലകങ്ങളും തന്നിട്ടുണ്ട്, അവയുടെ ബ്ലോക്കും തന്നിട്ടുണ്ട്. ഇതിന്ന് ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ഫെർമിയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തിനെ കുറിച്ച് ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തെ, അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. അതെന്താണ്? ശരിയാണ്. അടുത്തത്, രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് അമോണിയ. അതും ശരിയാണ്. അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത് സമ്പർക്ക പ്രക്രിയ വഴിയാണ്. അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ഓൺലി 1 ആൻഡ് 2. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഇത് ഏത് വാതക നിയമത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഗേ-ലുസാക്ക് നിയമം. ഓപ്ഷൻ സി ഗേ-ലുസാക്ക് നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ആൻസർ ഓപ്ഷൻ എ എസ്. അടുത്ത ക്വസ്റ്റ്യൻ, തൃശ്ശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? ശക്തൻ തമ്പുരാൻ. ഓപ്ഷൻ സി ശക്തൻ തമ്പുരാൻ. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് നേടാത്തത് ആര്? ഇവിടെ 4 പേരെ തന്നിട്ടുണ്ടല്ലേ. ഗുകേഷ് ടി, മനു ബാക്കർ, ഹർമൻപ്രീത് സിംഗ്, സുഖ്ജിത് സിംഗ്. ഇതിൽ ഗുകേഷ് ടിക്ക് ഖേൽ രത്ന കിട്ടിയിട്ടുണ്ട്, മനു ബാക്കറിനും ഖേൽ രത്ന കിട്ടിയിട്ടുണ്ട്, ഹർമൻപ്രീത് സിംഗിനും ഖേൽ രത്ന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തത് ആരാണ്? സുഖ്ജിത് സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഒന്നാമത്തെ പ്രസ്താവന, പ്രായം ചെന്നവർക്കു വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. അത് ശരിയാണ്. രണ്ടാമത്തെ, സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. അതും ശരിയാണ്. അടുത്തത്, വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചു. അത് തെറ്റാണ്. ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ശരിയായ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? കീചകവധം, ഉത്തര സ്വയംവരം. അത് രണ്ടുമാണ് ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ. അടുത്ത ക്വസ്റ്റ്യൻ, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? ആരാണ്? ഗായത്രി സ്പിവാക്കാണ് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയിട്ടുള്ളത്. അടുത്തത് മാത്സ് ആണ്. മാത്സ് നമുക്ക് ആൻസേഴ്സ് വായിച്ചു പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എത്ര? ആൻസർ ഓപ്ഷൻ ഡി. അടുത്തത്, ഒരു വൃത്തത്തിൻ്റെ വൃത്തപരിധിയും അതായത് ചുറ്റളവും പരപ്പളവ് വിസ്തീർണവും ഇവ തുല്യമായാൽ ഇതിൻ്റെ വ്യാസം എത്ര? ഓപ്ഷൻ സി 4 യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിലെ മിനിറ്റ് 5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. രാവിലെ 6:05 മുതൽ രാവിലെ 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 45
5/6 cm². ആണ്. തെറ്റായ പ്രസ്താവന ഏത്? ഇതിൽ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. n ഒരു NL സംഖ്യ ആയാൽ n³ - n എന്നത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. അത് ശരിയാണ്. അടുത്തത് n ഒരു NL സംഖ്യ ആയാൽ 12⁻n ഒറ്റയുടെ സ്ഥാനം ചിലപ്പോൾ 0 അല്ലെങ്കിൽ 5 വരാവുന്നതാണ്. അത് തെറ്റാണ്. അടുത്തത് n ഒരു ഒറ്റസംഖ്യ ആയാൽ n² - 1 എന്നതിനെ 8 കൊണ്ട് ഹരിക്കാം. അതും ശരിയാണ്. ഒരു ഒറ്റസംഖ്യയുടെ വർഗം 4m+1 എന്ന രൂപത്തിൽ എഴുതാം. m ഒരു NL സംഖ്യയാണ്. അതും ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ശ്രേണി പൂർത്തിയാക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി JTN ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 16 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന വൃത്തത്തിൻ്റെ പരപ്പളവ് എത്ര? ആൻസർ ഓപ്ഷൻ സി 12.56 cm² ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 86 + 52 = 5, 63 + 72 = 8 ആയാൽ 83 + 72 എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി 10. അടുത്ത ക്വസ്റ്റ്യൻ, 34 - 20 ഹരിക്കണം 5 + 17 - 2 × 3 + 18 ഹരിക്കണം 9 - 3 + 10. ഇത് നമ്മൾ ബോർഡ് മാസ് വെച്ചിട്ടാണ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 10 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, x - 1/x = 3, x ≠ 0 ആയാൽ x⁴ + 1/x⁴ വില എന്ത്? ആൻസർ ഓപ്ഷൻ ഡി 119. പ്രോഗ്രസിൻ്റെ കോഡ്, നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ്. അതുപോലെ കൈറ്റിൻ്റെ കോഡ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്തത് ഇംഗ്ലീഷ് പാർട്ടാണ്. ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി സെഗ്മെൻറ്റ് ഓഫ് ദി സെൻറ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രാമറ്റിക്കൽ എറർ. ഇറ്റ് ആക്ച്വലി ഡസ് ടേക്ക് പ്ലേസ് ആൻഡ് ദ വാട്ടർ ഓൺ ദിസ് ഏരിയ ഈസ് ഫോർബിഡൻ. ഇതിൽ ഗ്രാമറ്റിക്കൽ എറർ വരുന്ന സെൻറ്റൻസ് കണ്ടുപിടിക്കണം. ആൻസർ ഓപ്ഷൻ സി ആൻഡ് ദ വാട്ടർ ഓൺ ദിസ് ഏരിയ. അതാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ വേർഡ് ഇൻഡിഫാറ്റിഗബിൾ. ഇൻഡോലൻറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, റീ അറേഞ്ച് ദ പാർട്സ് ഓഫ് ദി സെൻറ്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ. ഡ്യൂ ടു ഡാഷ്. ഇതിൻ്റെ കറക്റ്റ് ഓർഡറിൽ ഇതിനെ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി RPSQ ആണ്. അടുത്തത്, സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്. ജോൺ സാഡ് ടു ടീന, വേർ വേർ യു ഗോയിങ്. ഇതിൻ്റെ എന്താണ് ഇൻഡയറക്റ്റ് ഫോമാണ് വേണ്ടത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ജോൺ ആസ്ക്ഡ് ടീന വേർ ഷി ഹാഡ് ബീൻ ഗോയിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദി ഓപ്ഷൻസ് ബിലോ. താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇഫ് ഷീ ഹാഡ് ടേക്കൺ ദ മെഡിസിൻ ഷീ ഡാഷ് ബെറ്റർ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വുഡ് ഹാവ് ഫെൽറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എവരി സ്കൂൾ ആൻഡ് കോളേജ് ഡാഷ് എ ലൈബ്രറി. ദ സ്റ്റുഡൻസ് അലോങ് വിത്ത് ദർ ഫ്രണ്ട്സ് ഡാഷ് ദ ലൈബ്രറി. ആൻസർ ഓപ്ഷൻ സി ആണ് ഹാസ് വിസിറ്റ്. അടുത്തത്, ഹിസ് വൈഫ് കാണ്ട് ഡാഷ് ഹിസ് ടെറിബിൾ ബിഹേവിയർ എനിമോർ. ആൻസർ ഓപ്ഷൻ ഡി പുട്ട് അപ്പ് വിത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി കോമ്പൗണ്ട് വേർഡ്. ഇതിന്ന് കോമ്പൗണ്ട് വേർഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തന്നിട്ടുള്ള എല്ലാതും എന്താണ് കോമ്പൗണ്ട് വേർഡാണ്. വേൾ വൈൻഡ്, ബ്ലാക്ക് സ്മിത്ത്, ബ്ലാക്ക് ബോർഡ്, ഇതൊക്കെ എന്താണ് കോമ്പൗണ്ട് വേർഡാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആൾ ഓഫ് ദീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് ദ വൈപ്പ് ഹാൻഡ് മീൻസ്. ആൻസർ ഓപ്ഷൻ ബി ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ.
ഇനി അടുത്തത് മലയാളം ഭാഗമാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ. സുമിത്രയുടെ പുത്രൻ എന്താണ്? സൗമിത്രി. അടുത്ത ക്വസ്റ്റ്യൻ പര്യായ പദം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിൻ്റെ പര്യായ പദം എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി ചൂതം. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? ഓപ്ഷൻ എ തീയാണ്. അടുത്തത് വിപരീത പദം എഴുതുക. ഗൗരവം എന്നതിൻ്റെ വിപരീത പദം ലാഘവം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതുക. കേട്ടു എന്നതിനെ നമുക്ക് കേൾ പ്ലസ് ടു എന്ന് എഴുതാം. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പൂജക ബഹുവചനം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ ഗണനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമേത്? ഗണനം ചെയ്യുന്നവൻ അടുത്തത് ദുഷ്യന്തൻ്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ആൻസർ ഓപ്ഷൻ എ ഓടി. അടുത്തത് സ്പെഷ്യൽ ടോപ്പിക്സ് എന്നുള്ളതാണ്. നോക്കാം നമുക്ക്. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. ആൻസർ ഓപ്ഷൻ ബി 1, 2, 3 ആണ്. ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. അടുത്ത ക്വസ്റ്റ്യൻ കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി വെൽഫെയർ ഓഫീസർ. അടുത്ത ക്വസ്റ്റ്യൻ 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി പോലീസ് DGP. അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ എന്ന് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രമാണ്. തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്. അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? ആൻസർ ഓപ്ഷൻ സി 1 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ്
സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി, IG. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, നിയമമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? ആൻസർ ഓപ്ഷൻ സി, 48 മണിക്കൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളവ ഏതാണ്? അടുത്തത്, വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? 19. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? ആൻസർ ഓപ്ഷൻ സി, 25,000. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, 1, 2, 3. ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ. 2, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരങ്ങൾ. 3, അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ്റെ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരം. അടുത്ത ക്വസ്റ്റ്യൻ, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിൻ്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ആൻസർ ഓപ്ഷൻ സി, ഈദ്, ഈഗോ, സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ. ഓക്കെ. അടുത്തത്, മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസ്വാന്തന രീതി ഏത്? ആൻസർ ഓപ്ഷൻ സി, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ സി, ആത്മസാക്ഷാത്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ആൻസർ 2, 3 മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. അടുത്തത്, ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. അടുത്ത ക്വസ്റ്റ്യൻ, ഹോവാർഡ് ഗാർട്നറിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. താങ്ക് യു.